ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ ഡയറക്റ്റ്ലി നോക്കുന്നത് LD 1297 എന്ന് പറയുന്ന RC പജീറോനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് അൺബോക്സിങ് വീഡിയോ ആണ്. സോ നമ്മൾ ഇനി ഇതുപോലത്തെ RC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. RC റിലേറ്റഡ് അല്ലായിട്ടും നമ്മൾ വ്ളോഗ്സ് അങ്ങനെ കോമൺ രീതിയിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നുള്ളത് പജീറോ എന്ന് പറയുന്ന LDRCയുടെ ഒരു ബ്രാൻഡായിട്ടുള്ള പജീറോൻ്റെ വേരിയൻ്റ് ആണ്. സോ ഇത് ആക്ച്വലി ഒരു കിടിലം വണ്ടിയാണ് കേട്ടോ. നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി പേപ്പർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കിട്ടിയ കുറച്ച് ആക്സസറീസും കാര്യങ്ങളും വരും. അത് നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നീട് നമ്മുടെ വണ്ടിയാണ് കിട്ടുന്നത്. സോ ഗൈസ്, ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയല്ല. ഞാൻ ഓൾറെഡി ഇത് കസ്റ്റമൈസ് ചെയ്തതാണ്. ഞാൻ സൈഡിൽ ഇതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഈ ലോഗോയും അതേപോലെ തന്നെ ആ ഒരു കൂളിങ്ങും പജീറോ സ്പോർട്ടിന് എഴുതിയതും അതേപോലെ തന്നെ അടിയത്തെ ആ ഒരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അഡീഷണലി ചെയ്ത കാര്യമാണ്. ഇത് മാത്രമല്ല, ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. സോ കിടിലൻ ഒരു വണ്ടിയാണ് കേട്ടോ. ഏകദേശം ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 1 kg to 1.5 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ അതേപോലെ തന്നെ ഇതിൻ്റെ കേബിൾ വരുന്നുണ്ട്, ചാർജിങ് കേബിൾ. സോ നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ റിമോട്ട് അൺബോക്സ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലുള്ള പാക്കേജിലാണ് വരുന്നത്. ഓൾറെഡി ഞാനിത് അൺബോക്സ് ചെയ്ത ഒരു വണ്ടിയാണ്. സോ ആക്ച്വലി ഇതിൻ്റെ കളർ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് കൂളിംഗ് ഒട്ടിച്ച ഒരു റിമോട്ട് കൺട്രോളാണ്. ആ ഒരു പാനൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്ലോസി നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു സംഭവമാണ്. നിങ്ങളത് റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഏകദേശം ഒരു 5 സ്വിച്ചസ് വരുന്നുണ്ട് നമുക്ക് കൺട്രോൾസിനായിട്ട്. പിന്നെ ഒന്ന് അഡീഷണൽ ഓൺ ഓഫ് ആയിട്ടുള്ള സ്വിച്ചും വരുന്നുണ്ട് റിമോട്ടിൽ. അത്യാവശ്യം നല്ല ഒരു കിടിലൻ ക്വാളിറ്റിയിൽ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിട്ടുന്ന ഒരു RC മോഡലാണ് ഈ പറയുന്ന LDRC പജീറോ. നമുക്കിവിടെയാണ് ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. സോ ഏകദേശം നമ്മൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റണ്ണിങ് ടൈമൊക്കെ കിട്ടുന്നുണ്ട്. ഒരു 30 minutes ഒക്കെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500 mAh ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഗൈസ്, ഇതിൻ്റെ പാർട്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി ABS മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡോർസും കാര്യങ്ങളൊക്കെ ഫിക്സഡാണ്. നമുക്ക് തുറക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. ബട്ട് നമുക്ക് അത്യാവശ്യം ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ റിമോട്ട് കൺട്രോൾ തന്നെ നമ്മൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടൊക്കെ തിരിക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റേഴ്സ് കത്തുന്നത് കാണാൻ പറ്റും. ഇതിൽ ആദ്യത്തെ സ്വിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് ഗിയറിൻ്റെ ഒരു സ്വിച്ചാണ്. നമുക്ക് 2 speed ഗിയറാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തേത് ലൈറ്റ് കൺട്രോളാണ്. മൂന്നാമത്തേത് നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹെഡ് ലൈറ്റ് ഓഫ് ആകും. അതേപോലെ തന്നെ 4 ഇൻഡിക്കേറ്റേഴ്സ് എത്തും. പിന്നെ നമുക്ക് അടിയിൽ 2 റോൾ ചെയ്യാൻ പറ്റുന്ന, അതായത് റോട്ടറി ടൈപ്പുള്ളൊരു സ്വിച്ച് വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഓട്ടോ മൂവ്മെൻറ്റും അതേപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ പ്രൊപ്പോർഷനിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫിക്സ് ചെയ്യുന്ന 2 ബട്ടൺസാണ്. പിന്നെ നമുക്ക് ഓൺ ഓഫ് ഒരു ബട്ടൺ നമ്മുടെ റിമോട്ടിൽ വരുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നൈസാണ് വണ്ടി. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഈ ഒരു RC ആയിട്ട് കുറച്ച് ആഗ്രഹമുള്ളൊരു മോഡലായിരുന്നു. സോ അത് കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഗൈസ്, നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു 5 volt ചാർജറിൽ ഇതിൻ്റെ ഒറിജിനൽ കേബിൾ വെച്ചിട്ട് തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അത്യാവശ്യം തിരക്കില്ലാത്ത പവറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന വീഡിയോസൊക്കെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെന്തായാലും ആ ഒരു വീഡിയോ കാണുക. അത്യാവശ്യം കുഴപ്പമില്ല. നമ്മളിതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് 5.5 to 6K ഒക്കെ ഉള്ളിലാണ്. എനിക്കിത് കിട്ടിയത് 5.5K ആ ഒരു പ്രൈസ് റേഞ്ചിലാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഡീലായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എടുക്കാൻ പറ്റിയ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എൻട്രി ലെവൽ എന്നാൽ നല്ല പവറുള്ളൊരു മോഡലും അല്ലാത്ത ഒരു കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്തൊരു മോഡലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ മോഡലാണ്. നിങ്ങൾക്ക് പുറത്ത് ചിലപ്പോൾ ഇതിലും പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന വീഡിയോസൊക്കെ കാണാം. വരും ദിവസങ്ങളിൽ നമ്മൾ ഇനിയും ഒരു വണ്ടിയും കൂടി നമ്മൾ അൺബോക്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ ജിംനി. അത് നമ്മൾ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ ഗൈസ്, കംപ്ലീറ്റ്ലി പറയാന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ടോയ് ഗ്രേഡ് ഒരു വണ്ടിയല്ല. കുറേ ആൾക്കാർ ചിലപ്പോൾ കാണുമ്പോൾ
പല ആളുകൾക്കും അത് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇതൊരു ഹോബി ഗ്രേഡ് ആയിട്ട് വരുന്ന ഒരു വണ്ടിയാണ്. ഞാൻ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കും, ഇതൊരു ടോയ് ഗ്രേഡ് അല്ല. നമ്മളിതിൻ്റെ സെഗ്മെൻറ്റേ മാറും. ടോയ് ഗ്രേഡിന് ഹോബി ഗ്രേഡിനായിട്ട് തന്നെ കമ്മ്യൂണിറ്റി വരെയുണ്ട്. നിങ്ങൾക്ക് 1,00,000 മേളിലൊക്കെ വില വരുന്ന RC കാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സ്കെയിൽ മോഡൽ വരുന്നത് 1:14 സ്കെയിലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഓഫ് റോഡ് നമ്മൾ കളിക്കുന്ന സമയത്ത് തന്നെ തിരക്കേടില്ല, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി റണ്ണാവുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും സ്ലോ സ്പീഡാണിത്. നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിലും നല്ല രീതിയിൽ സ്പീഡായിട്ട് ഈ ഒരു വണ്ടി മൂവ് ആകും. നമ്മളെന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അൺബോക്സിങ് വീഡിയോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോർട്സും അതേപോലെ ഇതിൻ്റെ പവർ കാണിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റത്തെ വീഡിയോ ആണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. വണ്ടി കിടിലൻ ലുക്കാണ്, അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ ഒരു ബ്രാൻഡ് നമുക്ക് ഈ ഒരു വണ്ടി തന്നിട്ടുള്ളത്. ഇതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ മിറേഴ്സ് നോക്കുകയെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിലുള്ള ഒരു 4x4 അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നെ അഡീഷണലി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഉള്ളൊരു വണ്ടിയാണ് ഈ ഒരു LDRC പജീറോ. ഇത് മാത്രമല്ല, ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഒരുപാട് വണ്ടീസിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം പവറും കാര്യങ്ങളും ഉണ്ട്. നല്ല രീതിയിൽ ക്രൗൾ ചെയ്യാനൊക്കെ പറ്റിയ ഒരു രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ലോ സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ അത്രയും സ്ലോ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടി മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് അത്യാവശ്യം എക്സ്ട്രീം പവറൊന്നുമല്ല, ബട്ട് നിങ്ങൾ ഈ കൊടുക്കുന്ന പ്രൈസ് റേഞ്ചിന് തിരക്കേടില്ലാത്തൊരു പവർ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഞാനും ആദ്യം ഈ ഒരു കൺസേണൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് കിട്ടിയ സമയത്ത് എൻ്റെ ആ ഒരു കൺസേൺ മാറി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്കിത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഹോബി ഗ്രേഡൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു എൻട്രി ലെവൽ ബഡ്ജറ്റ് നോക്കാമെന്നുണ്ടെങ്കിലൊക്കെ കിഡിലനായിട്ടുള്ളൊരു വണ്ടിയാണ്. തിരക്കേടില്ല. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.